എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയാണ് അള്ളാഹു പടച്ചത്. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, പ്രത്യക്ഷത്തിൽ മനുഷ്യൻ കാണപ്പെടുന്നത് എല്ലാം അള്ളാഹു ജീവജാലങ്ങൾക്ക് മുഴുവൻ അതിനാവശ്യമായത് നീതിയുക്തമായി അള്ളാഹു ഇവിടെ നടപ്പാക്കി കൊടുത്തിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ നീതിയാണ്. മറ്റൊരു നീതി അള്ളാഹു ചെയ്യുന്നത്, മനുഷ്യനോട് അള്ളാഹു കൽപ്പിക്കുന്നതിൽ അള്ളാഹു നീതിയുക്തമായിട്ടാണ് പറഞ്ഞത്. 5 നേരത്തെ നിസ്കാരമല്ലേ, അത് 50 നേരമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 1 മാസത്തെ നോമ്പാണ് 1 വർഷത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയത്. അതിലേറെയായിരുന്നെങ്കിൽ എത്ര പ്രയാസമായി പോയേനെ. എല്ലാം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു മനുഷ്യന് സാധിക്കുന്നതല്ലാതെ അള്ളാഹു അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിന്ന് നിസ്കരിക്കണം, നിൽക്കാൻ പറ്റാത്തവർക്ക് ഇരിക്കാം, ഇരിക്കാൻ പറ്റാത്തവർക്ക് കിടക്കാം. ഇബാദത്തുകൾക്ക് അള്ളാഹു മനുഷ്യന് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇരുന്ന് നിസ്കരിക്കാം, കിടന്ന് നിസ്കരിക്കാം, കൺപോളകളെ കൊണ്ട് നിസ്കരിക്കാം. അതിനും സാധ്യമാകാത്തവർക്ക് മനസ്സുകൊണ്ട് നിസ്കരിക്കാം, അല്ലേ? രോഗികൾക്ക് റമളാനിൽ നോമ്പ് പ്രയാസമാകുമ്പോൾ റമളാനിൽ നോമ്പ് മുറിച്ചവർക്ക് റമളാൻ കഴിഞ്ഞാൽ അത് ഖളാ വീട്ടാം. എല്ലാറ്റിലും അള്ളാഹു നീതി വെച്ച് മനുഷ്യന് കഴിയാത്തത് അള്ളാഹു മനുഷ്യനോട് പറഞ്ഞില്ല. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ നീതിയുടെ മറ്റൊരു വശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ഒരു വ്യക്തിയെയും അള്ളാഹു അതിക്രമിക്കുന്നില്ല എന്നതാണ്.